തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ മൂന്ന് മുന്നണികൾക്കും വലിയ പ്രതീക്ഷയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ചേരുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതീക്ഷയുണ്ട്, വിചാരിച്ച അത്രത്തോളം പോളിംഗ് ലഭിച്ചോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ചോദിക്കാം, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള പ്രതീക്ഷ? വലിയ ആത്മവിശ്വാസത്തിലാണ്. പോളിംഗ് കൂടിയത് UDFന് അനുകൂലമാണ്. ഞങ്ങളെല്ലാ നിയോജകമണ്ഡലങ്ങളിലെ എല്ലാ പ്രദേശങ്ങളും ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. അത് ഞങ്ങൾക്ക് അനുകൂലമാണ്. പിന്നെ LDFൻ്റെ ഭരണത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ്, അത് ഞങ്ങൾക്ക് അനുകൂലമാകും. അതുകൊണ്ട് തന്നെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞതിനപ്പുറം വലിയ അത്ഭുതം സംഭവിക്കും, അട്ടിമറി വിജയം ഉണ്ടാകും. എന്താണ്, അതായത് ഇപ്പോൾ സുരേഷ് ഗോപി അടക്കം പറയുന്നത് ചില സർപ്രൈസുകളൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സർപ്രൈസുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, ഞങ്ങൾ അതിൽ പറയാലോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് 12 സീറ്റ് ലഭിച്ചു. അത് ലഭിക്കുമ്പോൾ ഉണ്ടായ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. പല സഹായങ്ങൾക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ഈ പ്രാവശ്യം UDFന് അനുകൂലമാണ്. അപ്പോൾ അവർ പുതുക്കാട്, കയ്പമംഗലം, കുന്നംകുളമൊക്കെ അവരുടെ വലിയ കോർ സ്ഥലങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മിറാക്കിൾസ് ഉറപ്പാണ്. അത് ഞങ്ങൾക്ക് അനുകൂലമാകും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചു, വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തീർച്ചയായിട്ടും നിയമസഭയിൽ ഉണ്ടാവുമെന്ന് അന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്കകത്ത് ഒത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പ് എത്തിയോ? ഞങ്ങൾക്കതൊരു വലിയ ഇൻഡിക്കേഷനായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജം, ആത്മവിശ്വാസം കിട്ടി. അത് ഞങ്ങൾക്ക് അച്ചിട്ടായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. എസ്പെഷ്യലി SIR പ്രോസസ്സ്, അതിൽ പിന്നെ അതിന് ശേഷം വോട്ട് ചേർക്കലൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. നന്നായി ഫങ്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. ഒരു അപശബ്ദം പോലും ഈ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. അപ്പം നല്ലൊരു പ്രവർത്തനം നടന്നു. അത് ഞങ്ങൾക്ക് അനുകൂലമായി മാറും. അപ്പോൾ ഇതിന് മുൻപ്, തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്ന 5-6 സീറ്റുകൾക്കപ്പുറത്ത് വലിയ വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ ചോദിച്ചതാണ്, പക്ഷെ ഒന്നുകൂടി ചോദിക്കണം, എത്ര സീറ്റുകൾ ഉറപ്പിക്കാം നമുക്ക് കോൺഗ്രസിന്? അതിൽ കൃത്യമായ എണ്ണം പറയാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. പല സാഹചര്യങ്ങൾ വെച്ച് ജില്ലയിൽ അത്ഭുതം സംഭവിക്കും. ആ അത്ഭുതം UDFന് അനുകൂലമാവും. BJPക്ക് അവകാശപ്പെടാനൊന്നുമില്ല. അവർ പിന്നെ പൈസ കൊടുക്കുന്നതും കിറ്റ് കൊടുക്കുന്ന സംസ്കാരമൊന്നും തൃശ്ശൂരിൽ വില പോവില്ല. അത് ഇവിടുത്തെ ജനം അത് അംഗീകരിക്കില്ല. അവർക്കത് തെറ്റുപറ്റി എന്നുള്ളത് തന്നെയാണ്. അതിനവർ കനത്ത വില നൽകേണ്ടി വരും. അതുകൊണ്ട് അവർ ത്രികോണ മത്സരം എന്ന് പറയുന്ന തൃശ്ശൂരും മണലൂരൊക്കെ ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല. കഴിഞ്ഞ തവണ ഒരു മണ്ഡലം മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം LDFൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണല്ലോ. അതിലെത്രത്തോളം ഈ ഒരു പ്രാവശ്യം സാധിക്കും? ഞങ്ങൾക്കതിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് 39 പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ 53 പഞ്ചായത്തിൽ വോട്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഞങ്ങൾ മുകളിലാണ്. ഞങ്ങൾക്ക് മേധാവിത്വമുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ ധൈര്യം. അതപ്പം ഞങ്ങൾക്ക് എല്ലാ നിയോജക മണ്ഡലത്തിലും ഇപ്പോൾ ഏറ്റവും മോശം എന്ന് പറയുന്ന, അല്ലെങ്കിൽ CPMന് ഏറ്റവും അനുകൂലം എന്ന് പറയുന്ന പുതുക്കാടിൽ ഞങ്ങൾ 5 സ്ഥലത്ത് ഭരണത്തിലാണ്, 5 പഞ്ചായത്തിൽ. അപ്പോൾ സ്വാഭാവികമായും അത് ഞങ്ങൾക്ക് അനുകൂലമായി മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരെണ്ണം പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത് അവർക്ക് അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി വരും. അതാണ്, എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് എന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് പറയുന്നത്. വലിയ പ്രതീക്ഷയുണ്ട്. ചില മാറ്റങ്ങൾ, ചില അത്ഭുതങ്ങളൊക്കെ പല മണ്ഡലങ്ങളിലും സംഭവിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.